ഇനി ആരെങ്കിലും വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ പ്ലീസ് സെൻഡ് എന്ന് ചോദിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തന്നെ വാട്സപ്പിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ആരെങ്കിലും ഫോട്ടോസോ വീഡിയോസോ എന്തെങ്കിലും സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ അത് നമ്മൾക്ക് ഫോർവേഡ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് തന്നെ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കി വെക്കാനുള്ള പുതിയൊരു അപ്ഡേറ്റ് വാട്സപ്പ് തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഏതാണ് അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് നിങ്ങൾ വാട്സപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ അപ്ഡേറ്റ് കാണാൻ സാധിക്കും. ഈ അപ്ഡേറ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് സ്റ്റാറ്റസിൻ്റെ ഭാഗം ഇവിടെ കാണാൻ സാധിക്കും. എന്നിട്ട് 3 ഡോട്ട് ഇവിടെ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ സ്റ്റാറ്റസ് പ്രൈവസി കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അലോ ഷെയറിംഗ് പറഞ്ഞ ഈ ഒരു പുതിയൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഡിസേബിൾ ആയിരിക്കും. ഇത് എനേബിൾ ആക്കി കൊടുക്കണം. അതായത് നിങ്ങൾ എനേബിൾ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി എന്ത് വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാലും നിങ്ങളെ നോക്കുന്നവർക്ക് അത് വാട്സപ്പ് സ്റ്റാറ്റസ് ആർക്കും അവർക്ക് എടുത്തിട്ട് ഫോർവേഡ് ചെയ്യാനോ അവർക്ക് തന്നെ സ്റ്റാറ്റസ് വെക്കാനോ സാധിക്കും. അതായത് നിങ്ങൾക്ക് മറ്റൊരാളുടെ എടുക്കണമെങ്കിൽ അദ്ദേഹം ഇതുപോലെ അലോ ഷെയറിംഗ് എന്നുള്ളത് എനേബിൾ ആക്കി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കൂ. ഇനി അത്തരത്തിലുള്ള വാട്സപ്പ് സ്റ്റാറ്റസ് എങ്ങനെയാണ് എടുക്കലെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് ഞാനൊരു പ്രൊഫൈലിൽ പോയിട്ട് പ്രൊഫൈൽ ക്ലിക്ക് ചെയ്താൽ ആ ഒരു സ്റ്റാറ്റസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. വ്യൂ സ്റ്റാറ്റസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റാറ്റസ് എങ്ങനെ എടുക്കാൻ കാണിച്ചു തരാം. ഈ ഒരു സ്റ്റാറ്റസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ 3 ഡോട്ട് കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഫോർവേഡ് ടു എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾക്ക് നേരെ സ്റ്റാറ്റസ് വെക്കാൻ സാധിക്കില്ല. നിങ്ങളുടെ ഏതെങ്കിലും പേഴ്സണലായിട്ടുള്ള ഇതിലേക്കും ഷെയർ ചെയ്തിട്ട് അവിടുന്ന് സ്റ്റാറ്റസ് വെക്കാൻ സാധിക്കുന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിച്ചോ എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം.